മാസ്റ്റേഴ്സ് വോയിസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ എഫേസോസ് സഭയോട് പറയുന്ന ഒരു വാക്കാണ് ചിന്തയ്ക്കാധാരമായി എടുത്തിരിക്കുന്നത്. ഞാൻ നിൻ്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തോലന്മാർ അല്ലാതിരിക്കെ ഞങ്ങൾ അപ്പോസ്തോലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും. താഴോട്ട് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. വല്ലതും വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാനിവിടെ അത്രയും വായിച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോസ്തോലന്മാർ അല്ലാതിരിക്കെ ഞങ്ങൾ അപ്പോസ്തോലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും. വെളിപ്പാട് പുസ്തകത്തിലെ ഓരോ സഭയോടും യേശു കർത്താവ് ദൂത് പറയുമ്പോൾ, കർത്താവ് സംസാരിക്കുമ്പോൾ സ്വീകരിച്ച 3-4 നിലപാടുകൾ ഉണ്ടായിരുന്നു. ഒന്ന് അഭിനന്ദനമായിരുന്നു. അഭിനന്ദനം. ഏതൊരു സഭയും അവർ അനുവർത്തിച്ചു വരുന്ന നല്ല കാര്യങ്ങളെ പ്രകീർത്തിക്കുന്ന, ഉയർത്തിക്കാട്ടുന്ന, അഭിനന്ദനം അറിയിക്കുന്ന ഒരു ശൈലി ഈ സഭയോടുള്ള ബന്ധത്തിൽ ദൂത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് അഭിനന്ദനം. യെസ്, വളരെ നന്നായിരിക്കുന്നു, വളരെ നന്നായിരിക്കുന്നു. അപ്പോസ്തോലന്മാർ അല്ലാതിരിക്കെ അപ്പോസ്തോലന്മാർ എന്ന് പറഞ്ഞ് നടക്കുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടത്. വെരി ഗുഡ് ക്വാളിറ്റി, ദൈവസഭയുടെ ക്വാളിറ്റി. എഫേസോസ് സഭയോട് കർത്താവ് പറയുകയാണ്, കള്ളന്മാരെ കള്ളന്മാർ എന്ന് കണ്ടത്. അഭിനന്ദനം. അങ്ങനെ ചെയ്തതിൽ അഭിനന്ദനം. 2 ആരോപണം. ആ സഭയുടെ കുറവുകളെ ചൂണ്ടിക്കാണിക്കും, സഭയുടെ കുറ്റങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന രീതിയാണ് ആരോപണം. നിന്റെ ആദ്യ സ്നേഹത്തിൽ നിന്ന് കുറവ് വന്നിരിക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. 3-ാമത്തത് ആലോചന. മടങ്ങി വരാനൊരു ആലോചന ദൈവം കൊടുക്കും, ആലോചന കൊടുക്കാറുണ്ട്. 4-ാമത്തേത് ആഹ്വാനം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് ഇന്നത് ലഭിക്കപ്പെടുമെന്നുള്ള ആഹ്വാനം. ഈ നിലയിലാണ് സഭയോടുള്ള ദൂതിനെ ദൈവാത്മാവ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നുകൂടെ വേഗത്തിൽ പറയാം. അഭിനന്ദനം, ആരോപണം, ആലോചന, ആഹ്വാനം. ഈ 4 കാര്യങ്ങളും എല്ലാ സഭയോടുള്ള ബന്ധത്തിലും അനുവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ ആരോപണ വിധേയരാകാത്ത സഭ 2 സഭകളാണ് പ്രധാനമായിട്ടുള്ളത്. സ്മുർന്നയും ഫിലദൽഫിയ സഭയും. ഈ 2 സഭകളും ആരോപണ വിധേയരായി തീർന്നിട്ടില്ല. മറ്റെല്ലാ സഭകളും ആരോപണ വിധേയരായി തീർന്നിരിക്കുന്നു. നമുക്കത് കാണുവാൻ കഴിയും. ഈ സഭയുടെ ക്വാളിറ്റി, എഫേസോസ് സഭയോടുള്ള ബന്ധത്തിൽ ആ സഭയ്ക്ക് അഭിനന്ദനം നൽകുമ്പോൾ കർത്താവ് പറഞ്ഞ ഒരൊറ്റ വാക്ക് മാത്രം എടുത്ത് പറഞ്ഞവസാനിപ്പിക്കട്ടെ. അപ്പോസ്തോലന്മാർ അല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തോലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച കള്ളന്മാരെന്ന് കണ്ടു. ഇത് ലോകത്തിലെ ഒരു സഭ നേതാവിൻ്റെ നിലപാടല്ല. സ്വന്തം രക്തം കൊടുത്ത് സഭയെ വിലയ്ക്ക് വാങ്ങിയ സഭയുടെ നാഥൻ പറയുകയാണ്, കള്ളന്മാരെ കള്ളന്മാരെന്ന് കണ്ടതിൽ എനിക്ക് അഭിമാനമുണ്ട് നിങ്ങളെക്കുറിച്ച്. ഈ കാലഘട്ടമെന്ന് പറയുന്നത് ദൈവമക്കൾ ഈ കാലഘട്ടത്തെ വിവേചിക്കേണ്ടവരാണ്. ചരിത്രത്തിൽ ഇതുപോലെ ദൈവസഭയ്ക്കകത്ത് കള്ളനാണയങ്ങൾ കയറിക്കൂടിയ ഒരു കാലഘട്ടം, ഇത്ര പ്രബലപ്പെട്ടൊരു കാലഘട്ടം മുൻപുണ്ടായിരുന്നു എന്നറിയില്ല. ഉണ്ടായിരുന്നു, ഇല്ലായിരുന്നു എന്നുള്ളതല്ല, ഉണ്ടായിരുന്നു. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഇതേ സഭയെക്കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് പ്രവചനം നടത്തിയത്.
അതേ സഭയിൽ ആ പ്രവചനത്തിന്റെ നിവർത്തി പോലെ തന്നെ ഇതിനകത്ത് കള്ള അപ്പോസ്തലന്മാർ കയറിക്കൂടുകയാണ്. ആ കള്ളന്മാരെ കള്ളന്മാരെന്ന് ദൈവസഭ കണ്ടു. അതാണ് ഈ എഫോസോ സഭയുടെ ക്വാളിറ്റിയായി സഭയുടെ നാഥൻ വിളിച്ചു പറയുന്നത്. ഈ കാലഘട്ടത്തിലും ഞാൻ വിളിച്ചു പറയുന്നു, കള്ളനാണയങ്ങൾ ദൈവസഭ തിരിച്ചറിയണം, കള്ള അപ്പോസ്തലന്മാർ ദൈവസഭ തിരിച്ചറിയണം. പാവപ്പെട്ടവനെ പറ്റിച്ച് അവൻ്റെ കയ്യിലിരിക്കുന്ന നാണയത്തുട്ടുകൾ സ്വന്തം പോക്കറ്റിലാക്കി ഹോണ്ടാസയിലും ബെൻസിലും ഒക്കെ പാഞ്ഞ് നടന്ന് 5 സ്റ്റാർ ഹോട്ടലുകളിൽ കയറി സ്വന്തം കുഞ്ഞുങ്ങളും കുടുംബവുമായി ആഘോഷിച്ച് തിമർത്ത് മറിയുന്ന കള്ളയപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തെ ദൈവസഭ തിരിച്ചറിയട്ടെ. യേശുക്രിസ്തു കാൽവരിയിൽ മുറിച്ചിട്ട് മുറിയാത്തത് കൊണ്ട് ശാപം മുറിക്കാൻ കോട്ടയത്ത് 2 വിരുദ്ധന്മാര് ഓടി നടക്കുകയാ. കാര്യങ്ങൾ മുൻകൂട്ടി തന്ത്രപരമായി മനസ്സിലാക്കി പ്രവചനം നടത്തുന്ന കള്ളപ്രവാചകന്മാര് ഈ ദിവസങ്ങൾ വർദ്ധിച്ചു വരികയാ. ദൈവസഭയെ നോക്കി ദൈവസഭയുടെ ഉടമസ്ഥൻ വിളിച്ചു പറഞ്ഞു, കള്ളന്മാരെ കള്ളന്മാരെന്ന് കാണുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതിനൊത്താശ ചെയ്യുന്നവരും സ്വർഗീയ ഗവൺമെന്റിന്റെ കോടതിയുടെ മുമ്പാകെ നിൽക്കേണ്ടി വരും. നിങ്ങൾ തിരിച്ചറിയൂ, ശുശ്രൂഷയുള്ള എത്രയോ ദൈവദാസന്മാര്, പാവപ്പെട്ട ദൈവദാസന്മാർ ശുശ്രൂഷകൾക്ക് വേദി ലഭിക്കാതെ സാമ്പത്തികമായി പ്രയാസങ്ങൾ അനുഭവിച്ച് ഇവിടെ വളരെ കഷ്ടതയിലൂടെയും പ്രയാസങ്ങളിലൂടെയും ജീവിക്കുമ്പോൾ കള്ളത്തരങ്ങളും ജാലവിദ്യകളും കാണിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും എന്ന കള്ളത്തരം, ഞാൻ പറയട്ടെ, 50% കള്ളത്തരമാണ്. അത്ഭുതത്തിൻ്റെയും അടയാളത്തിൻ്റെയും ഡെലിവറൻസിൻ്റെയും പേരിൽ പാവപ്പെട്ടവരെ വഞ്ചിക്കുന്ന കള്ളന്മാരുടെ ഈ കാലഘട്ടം, കള്ള അപ്പോസ്തലന്മാരുടെ ഈ കാലഘട്ടത്തെ ദൈവസഭ തിരിച്ചറിയട്ടെ, തിരിച്ചറിയണം. അല്ലാത്തവർക്ക് അഭിനന്ദനമില്ല. കള്ളന്മാരെ കള്ളന്മാരെന്ന് തിരിച്ചറിഞ്ഞവർക്ക് അഭിനന്ദനം സ്വർഗത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ട് ഈ കാലഘട്ടത്തെ തിരിച്ചറിയാൻ, ഈ കാലഘട്ടത്തെ വിവേചിപ്പാനുള്ള അഭിഷേകം നമുക്കോരോരുത്തർക്കും പ്രാപിക്കാം. അതിനായി കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.